കഫ് സിറപ്പ് മൂലം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായ കുട്ടികളുടെ മരണം ഇന്ന് മാതാപിതാക്കളുടെ ഇടയിൽ ആകുലതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് DEG, EG പോലെയുള്ള രാസവസ്തുക്കൾ? എന്തിനാണ് എല്ലാവരും ഇവയെ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ അപകടകാരികളാകുന്നത്? എങ്ങനെയാണ് ഇവർ മരുന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു ഫാർമസ്യൂട്ടിക്കൽ സിറപ്പുകളിൽ ഒരു സോൾവെന്റായി ഉപയോഗിച്ചു വരുന്നു. 15 തൊട്ട് 25% വരെയാണ് സിറപ്പുകളിൽ ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നത്. പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിന് പകരമായി മായമായി ചേർക്കുന്ന വസ്തുക്കളാണ് DEG എന്ന ഡൈ എത്തിലിൻ ഗ്ലൈക്കോളും EG എന്ന എത്തിലിൻ ഗ്ലൈക്കോളും. ഇവയ്ക്ക് വില കുറവായതിനാൽ ഇവ കുത്തക വസ്തുക്കളായി ഉപയോഗിക്കുന്നു. ഇവ ഇൻഡസ്ട്രികളിൽ പെയിന്റ്, പ്ലാസ്റ്റിക്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ്, ആന്റി ഫ്രീസ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഉപയോഗിച്ചു വരുന്നവയാണ്. ഡൈ എത്തിലിൻ ഗ്ലൈക്കോളും എത്തിലിൻ ഗ്ലൈക്കോളും 0.1% മാത്രമാണ് കഫ് സിറപ്പുകളിൽ കാണാൻ പാടുള്ളത്. അവിടെയാണ് കോൾഡ് റിഫ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന കഫ് സിറപ്പ് 48.6% ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈ എത്തിലിൻ ഗ്ലൈക്കോളും എത്തിലിൻ ഗ്ലൈക്കോളും വിഷമയമുള്ള വസ്തുക്കളാണ്. ഇവ ഉള്ളിൽ ചെല്ലുന്നത് ശരീരത്തിൽ വിഷാംശം കലരാൻ ഇടവരുത്തുന്നു. ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ മെറ്റബലൈസ് ചെയ്തുണ്ടാകുന്ന ഡൈഗ്ലൈക്കോളിക് ആസിഡ് ആണ് പ്രധാനമായും വൃക്ക, കരൾ, നാഡീഞരമ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നത്. കുട്ടികളാണ് ഇതിന്റെ പ്രധാന ഇര. കാരണം അവരുടെ ആന്തരിക അവയവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നവയാണ്. ചെറിയ അളവിൽ പോലും ഇത് അവരുടെ ഉള്ളിൽ ചെന്നാൽ അവരുടെ മരണത്തിന് വരെ കാരണമായേക്കാം. ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകാതിരിക്കുക. കോൾഡ് റിഫ് പോലെയുള്ള സിറപ്പുകൾ ഉടൻ ഉപേക്ഷിക്കുക. മരുന്നുകൾ വാങ്ങുമ്പോൾ ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ് പരിശോധിക്കുക. സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് കഫ് സിറപ്പുകൾ, സെട്രിസിൻ പോലെയുള്ള ആന്റി ഹിസ്റ്റമിൻ സിറപ്പുകൾ, ആന്റിബയോട്ടിക് സിറപ്പുകൾ, മൾട്ടി വൈറ്റമിൻ സിറപ്പുകൾ, പാരസെറ്റമോൾ പോലെയുള്ള പീഡിയാട്രിക് സിറപ്പുകളിലാണ്. അതുകൊണ്ട് ഇവ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്.